എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നഴ്സറിയിൽ കുറേ പണി നടക്കുന്നുണ്ട്. 2 കൊല്ലം മുന്നുള്ള കവുങ്ങെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഇനവും 2 കൊല്ലം മുന്നേ കവുങ്ങെല്ലാം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലാണെങ്കിൽ കവുങ്ങിന് നല്ല ഡിമാൻഡും, അതായത് ഇതിപ്പോൾ 2026 അതായത് കഴിഞ്ഞ കൊല്ലത്തെ നമ്മളാക്കിയ കവുങ്ങ് ഏകദേശം എല്ലാം തീർന്നു. അപ്പം എന്നിട്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി കവുങ്ങിന് ആവശ്യപ്പെട്ടിട്ട്. അവർക്ക് സാധനം ഇല്ലാത്തതുകൊണ്ട് 2 കൊല്ലം മുന്നത്തെ കവുങ്ങ് നമ്മൾ മാറ്റി വെച്ചത് അതൊക്കെയാണ് കസ്റ്റമർ കൂടുതലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു 10-500ഓളം കവുങ്ങ് അങ്ങനെ പോയി. ഈ കഴിഞ്ഞ കൊല്ലത്തെ കവുങ്ങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇനങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടാത്ത, അവരാവശ്യപ്പെട്ട് വരുന്നതൊക്കെ കുള്ളം കവുങ്ങൊക്കെയാണ്. അവർ ചോദിച്ച് വരുന്നതും 10, 200, 250 ഒക്കെ. അപ്പം ഉള്ളത് കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് 10-50 എണ്ണം എടുത്ത് ബാക്കി വരുന്നത് 150 എണ്ണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തേക്കാണ് എടുത്തിട്ട് എല്ലാവരും പോകുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഈ കൊല്ലം നമ്മൾ നേരിട്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം നമ്മൾ മാറ്റി വെച്ച കവുങ്ങെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ തന്നെ ആ കവുങ്ങുകളെല്ലാം നമ്മൾ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കുകയാണ്. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് ഈ വലിയ തൈയെല്ലാം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ തൈയാണ് കവുങ്ങ്. ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ കവുങ്ങെന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ സാധനമുള്ളൂ. ചെറുപുഴയിലും സാധനം കുറവാണ്. ചെറുപുഴ ഞാൻ നഴ്സറിയിലേക്ക് സാധനം കൊണ്ടുപോയപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറവാണ് അവിടെ ഇതിൻ്റെ കാഭാഗമുള്ളൂ. അപ്പം പാർവേച്ചി ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ കവുങ്ങ്, ഈ കഴിഞ്ഞ കൊല്ലത്തെ കവുങ്ങ്, ഇതെല്ലാം നമ്മളിവിടുന്ന് മാറ്റാൻ പോവാണ്. നമ്മളിതെല്ലാം ഇവിടെ മാറ്റി അടയ്ക്ക ഇവിടെ പാകാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ തൈയെല്ലാം നമ്മൾ അങ്ങ് അപ്പുറത്തേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിത് തൈയെല്ലാം ഈ ഭാഗത്തേക്ക് നമ്മൾ വെക്കാൻ പോവാണ്. അവിടെ ഇരിക്കുന്ന എല്ലാ തൈയും നമ്മൾ ഇവിടെ ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ തൈയും നമ്മൾ ഒന്ന് തേച്ച് മിനുക്കി നമ്മൾ മാറ്റി അങ്ങോട്ടേക്ക് അട്ടിയായിട്ട് ലൈനാക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരുവാണ് ഇങ്ങോട്ടേക്ക്. ബാവേട്ടൻ ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് മണ്ണ് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഈ മണ്ണെല്ലാം എടുത്ത് അങ്ങ് ദൂരെ അവിടെ കൂട്ടി വെക്കുവാണ്. കാരണം നമ്മൾ അടയ്ക്ക പാകാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് മണ്ണ് കൂട്ടി വെക്കുന്നത്. നമുക്ക് അടയ്ക്ക ഇനിയും പാകാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മിനിച്ചേച്ചി അവിടെ നിന്ന് ആക്കി വെക്കുന്ന കവുങ്ങെല്ലാം എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. ബാവൻ മണ്ണെടുത്ത് അപ്പുറം വെക്കുന്നു. ഇതിനകത്ത് മൊത്തം അടയ്ക്കയാണ്. ഇത് അവിടെയുണ്ട് അടയ്ക്ക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് പാകാനുണ്ട് ഈ കൊല്ലത്തേക്കുള്ളത്. അപ്പം ഇത് പാകാനുള്ള മണ്ണ് കൂട്ടുവാണ് ബാവേട്ടൻ മണ്ണെടുത്തിട്ട് വരുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് മാറ്റി അങ്ങോട്ടേക്ക് ആക്കാൻ കാരണം അവിടെ നമ്മൾ പാകുന്ന തൈക്ക് ചെറിയൊരു ഉഷാറ് കുറവ് ഉള്ള പോലെ നമ്മൾക്കിങ്ങനെ തോന്നി. അതായത് തൈക്ക് അത്ര ഉഷാറില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മുന്നത്തെ വർഷത്തെ കവുങ്ങെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ ഇനി പാകാൻ പോകുന്നത്, അതായത് ഈ മണ്ണ് കൂട്ടി കവറിലാക്കി നമ്മൾ ഇനി വെക്കാൻ പോകുന്നത് ഇവിടെയാണ്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൈക്ക് അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. പിന്നെ മായേച്ചി അവിടെ നനയ്ക്കുന്നുണ്ട്. മായേച്ചി ബഡ് ചെയ്ത പ്ലാവ് നനയ്ക്കുന്നുണ്ട് മായേച്ചി. നമ്മൾ ഇക്കൊല്ലത്തേക്കുള്ള റബ്ബർ തൈയുടെ ബുക്കിംഗ് എല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈ ബുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇത്തവണ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, പിന്നെ കർണാടക സുള്ളി ആ ഏരിയയിലും, നമുക്ക് സുള്ളിയേരി നഴ്സറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സുള്ളി ആ ഏരിയയിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് റബ്ബർ തൈ. പക്ഷേ റബ്ബർ തൈ ചില്ലറ ഓർഡർ കിട്ടിയാലൊന്നും പറ്റില്ല. അത്യാവശ്യം കുറച്ച് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. റബ്ബർ തൈ മാത്രമല്ല, കവുങ്ങാണെങ്കിലും.
അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ താഴെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. നമ്മുടെ നേഴ്സറി വരുന്നത് പയ്യന്നൂർ, അതായത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ വൈപ്പിര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് വൈപ്പിര്യം മാത്രമല്ല, വൈപ്പിര്യമാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. നമ്മൾ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് വൈപ്പിര്യത്താണ്. നമ്മൾ ഇവിടുന്ന് തൈ ആക്കിയാണ് നമ്മൾ മറ്റ് നേഴ്സറികളിലെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇത്തവണ മുതൽ നമ്മൾ സുള്ളിയ നേഴ്സറിയിലും റബ്ബർ നമ്മൾ ആക്കുന്നുണ്ട്, റബ്ബർ മാത്രം. അപ്പം നമുക്ക് മറ്റ് നേഴ്സറി വരുന്നത് ഒന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്, പിന്നെ നമുക്ക് സുള്ളിയ കർണാടകയിൽ. ഈ 3 നേഴ്സറിയാണ് നമുക്കുള്ളത്. അപ്പം ഈ ഏരിയയിലൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ റബ്ബർ തൈ ആണെങ്കിലും കവുങ്ങാണെങ്കിലൊക്കെ പറയുക, നമ്മൾ സാധനം എത്തിക്കും. ഞാൻ നമ്മുടെ ചെടികൾ എന്തൊക്കെയാണ് നേഴ്സറിയിൽ ഇനി ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെയാണ് നിലവിലിപ്പോൾ ഉള്ള സ്റ്റോക്ക്. റോസ്, കലാഞ്ചി, ബോഗൺവില്ല ഉണ്ട്, പിന്നെ ചെത്തിയുണ്ട്, ബിങ്ക, അങ്ങനെ തുടങ്ങിയ കുറച്ച് ചെടികൾ സ്റ്റോക്കുണ്ട്. അപ്പം ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ നേഴ്സറിയിലേക്ക് വരിക. അവരുടെ ഒക്കെ പണി എത്രയായെന്ന് നോക്കട്ടെ. കവുങ്ങെല്ലാം മാറ്റി വെച്ച് ഇവിടം വരെയെന്ന് നോക്കിയിട്ട് വരാം. അവർ ഏകദേശം കവുങ്ങ് ഇത്രത്തോളം മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത് ഇവിടം വരെ ഇത്രത്തോളം മാറ്റിയിട്ടുണ്ട് കവുങ്ങ്. അവിടെ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. കാണുന്ന സ്ഥലം അവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ മാറ്റാനുള്ളൂ. ഇനി സുള്ളിയിലേക്ക് അടുത്തൊരു ലോഡും കൂടി ഉണ്ട്, അതായത് നിറച്ച കപ്പ്. നമ്മൾ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. ഈ നിറച്ച് വെച്ച കപ്പ് ഇതിൽ എത്രത്തോളം കയറ്റാൻ പറ്റുന്നോ അത്രത്തോളം കയറ്റിയിട്ട് പോകണം. ഇതിനു മുന്നേ നമ്മുടെ നേഴ്സറിയിൽ നടക്കുന്ന പണികൾ, സംഭവങ്ങളിൽ എല്ലാ ദിവസവും 2 ദിവസം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ലോഡ് കയറ്റുന്നത് സുള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോറുണ്ടതിന് ശേഷം നമ്മൾ ലോഡ് കയറ്റാൻ തുടങ്ങും. കപ്പ് ലോഡ് കയറ്റി ഫുള്ളായതിന് ശേഷം നാളെ രാവിലെ വെളുപ്പിന് സുള്ളിക്ക് ഇതുമായിട്ട് പോകണം. ഇപ്പോൾ സമയം 1:30 ആവാറായി, 1:30 ആയി. അപ്പോൾ സ്റ്റാഫെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ചോറ് വിളമ്പാനൊക്കെ പോകുന്നു എല്ലാവരും. ഇന്ന് സറൗണ്ടി ഇല്ലാത്തതുകൊണ്ട് പാർവച്ചിയാണ് ഇന്ന് വിളമ്പുന്നതിൻ്റെ ഇൻചാർജ്. അപ്പം പാർവച്ചി ഒരു 5 മിനിറ്റ് മുന്നേ കയറിയിട്ടുണ്ട്, കൈയെല്ലാം കഴുകി. ഇനി പാർവച്ചി ഇനി വിളമ്പാൻ പോവാണ്. നമ്മുടെ അടുത്തുനിന്ന് ഇതിനു മുന്നേ കുറച്ച് ചവർദാൻ കൊണ്ടുപോയ കസ്റ്റമറാണ് അത്. പുള്ളി പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് 2-2.5 വർഷം കൊണ്ട് നല്ല കൊല കിട്ടിയെന്ന് ചവർദാൻ്റെ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ പോയിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നതാണ്. ആ കസ്റ്റമർ തന്നെ വീണ്ടും വന്നിട്ട് 25 കവുങ്ങ് ആദ്യം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയിലേക്ക് ഇതോട്ടും കയറ്റാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സൊക്കെ ഒന്ന് പോയതിനു ശേഷം നമ്മൾ കയറ്റാൻ തുടങ്ങും. അവരെല്ലാവരും കസ്റ്റമറിനുള്ള 25 കവുങ്ങ് എടുക്കുവാണ്. ഇപ്പം പാർവച്ചി വിത്ത് പാകുന്നുണ്ട്. പാർവച്ചി ഏതാ വിത്ത് പാകുന്നേ? വഴുതനയുടെ വിത്ത് പാകുവാണ്. ഇപ്പം നമ്മളങ്ങനെ കപ്പ് നിറച്ചത് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് 5 മണിക്ക് മുന്നായിട്ട് ഇത് മൊത്തം ഫുള്ളാക്കണം. ഇത് തീർത്ത് കഴിഞ്ഞാലേ നമുക്ക് നാളെ വെളുപ്പിന് സുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ് നിറച്ചത് കഴിയാറായി. ഇനി ഒരു ഇത്തിരിയും കൂടി ഉള്ളൂ. സമയം 5 മണിയായി. സ്റ്റാഫെല്ലാവരും പണി കയറി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.